ആദ്യ മത്സരത്തിലെ ടീമുകളെ പരിചയപ്പെടുവാനായി എത്തുന്നത് ശ്രീ ടീമുകളെ പരിചയപ്പെടുവാനായി ടോസ് വിൻ ബൈ റെയിൽവേ ചോയ്സ് കോർട്ട്. ടോസ് ലഭിച്ചിരിക്കുന്ന റെയിൽവേക്ക് അവര് കോർട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫുൾ ടീം ലൈനപ്പ് പ്ലീസ്. ഫുൾ ടീം ലൈനപ്പ്. ക്യാപ്റ്റൻ, ടീം മാനേജർ, ഫുൾ ടീം ലൈനപ്പ്. റെയിൽവേ ഫുൾ ടീം ലൈനപ്പ്. ടീമുകളെ പരിചയപ്പെടുവാനായി ആദ്യം ഇന്ത്യൻ റെയിൽവേ ടീമിനെ പരിചയപ്പെടുന്നു. ആർ പ്രകാശൻ പിള്ള, RP ബാങ്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ. ഒപ്പം ശ്രീ VS രാധാകൃഷ്ണൻ, റിട്ടയർഡ് പ്രൊഫസർ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ടീമിനെ പരിചയപ്പെടുകയാണ്. ഈ മത്സരത്തിൽ നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്ന ആർ പ്രകാശൻ പിള്ള, RP ബാങ്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ, ശ്രീ VS രാധാകൃഷ്ണൻ, റിട്ടയർഡ് പ്രൊഫസർ എന്നിവരിപ്പോൾ ഇന്ത്യൻ റെയിൽവേ ടീമിനെ പരിചയപ്പെട്ടുകൊണ്ട് സൂര്യകാന്തി ടീമിനെ പരിചയപ്പെടുന്നു. KKL സീസൺ 3 ആവേശകരമായ 3ാം സീസൺ. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളെ പ്രോ കബഡി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ താരങ്ങളെ, പ്രോ കബഡി താരങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആവേശകരമായ മത്സരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 3ാം സീസൺ എത്തുമ്പോൾ താങ്ക് യു ആർ പ്രകാശൻ പിള്ള, താങ്ക് യു VS രാധാകൃഷ്ണൻ, താങ്ക് യു. സൂര്യകാന്തി ടീമിന്റെ ആദ്യ റൈഡ് നമ്പർ 7 മോണിഷ. ആദ്യ റൈഡ് തന്നെ മനോഹരമായ ഒരു ടച്ചിങ് പോയിന്റ് ആക്കി മാറ്റിക്കൊണ്ടതാ മോണിഷ മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും ഇന്ത്യൻ റെയിൽവേയുടെ 6ാം നമ്പർ പ്ലെയർ പായൽ ചൗധരി. 2019 സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, 2018 ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡൽ. സൂര്യകാന്തിയുടെ 5ാം നമ്പർ പ്ലെയർ. ഇന്ത്യൻ റെയിൽവേസിന്റെ പൂജ, 10ാം നമ്പർ പ്ലെയർ പൂജ. പൂജ റൈഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മറുഭാഗത്ത് സൂര്യകാന്തി, മോനിഷ,
വീണ്ടും ഇതാ ക്യാപ്റ്റൻ തന്നെ റൈഡുമായി എത്തുകയാണ് ഇന്ത്യൻ റെയിൽവേസിന്റെ പായൽ സൗദരി. സ്കോർ ഇന്ത്യൻ റെയിൽവേ score 5 all. 5 each. Indian Railway 5 points. Suryakanti 5 points. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ടെടുത്തിരുന്നയാൾ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ മൂന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനത്തിലെ ഉജ്ജ്വലമായ മത്സരം ഇന്ത്യൻ റെയിൽവേസും സൂര്യകാന്തിയും തമ്മിലാണ് ഇപ്പോൾ വനിതാ വിഭാഗത്തിൽ ആദ്യ മത്സരം നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ടീം ലീസ് ക്യാപ്റ്റൻ ആൻഡ് ടീം മാനേജർ. നെക്സ്റ്റ് മാച്ച് വിമൻ സെക്ഷൻ. നെക്സ്റ്റ് മാച്ച് വിമൻ സെക്ഷൻ കേരള ക്യൂൻസ് വേഴ്സസ് ഡൽഹി ജാൻസീസ്. Next match, Kerala Queens versus Delhi Jansis, women's section. Captain and team manager. Indian Railway 9 points. Next match, first call, women's section. Kerala Queens versus Delhi Jansis. Next match, women's section. Kerala Queens, Delhi Jansis. First call. Next match, team get ready. Score Indian Railway 14. Indian Railway 14. Suryakanti 5 points. 5-14. ആദ്യ മിനിറ്റുകളിൽ ശക്തമായൊരു മുന്നേറ്റം കാണിച്ചെങ്കിലും ഇപ്പോൾ രണ്ടാം മിനിറ്റുകൾ പിന്നിടുമ്പോൾ ആവേശകരമായ മത്സരത്തിൽ മുന്നേറ്റം. ഇതാ ഇന്ത്യൻ റെയിൽവേയുടെ മുന്നേറ്റമാണ് നമുക്ക് ഈ മത്സരത്തിലൂടെ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ 14-5 എന്ന സ്കോറിലാണ് മത്സരം നീങ്ങുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ 5ാം നമ്പർ പ്ലെയർ സൊനാലി, 2019 സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, 2018 ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ്. റൈഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും സൂര്യകാന്തിയുടെ 5ാം നമ്പർ താരമാണ് ഇപ്പോൾ റൈഡുമ വരുന്നത്. 5ാം നമ്പർ പ്ലെയർ.
സൂര്യകാന്തിയുടെ 5-ാം നമ്പർ റൈഡറാണ് പ്രിയങ്ക ഗുലിയ. 5-ാം നമ്പർ പ്ലെയർ ഇപ്പോൾ ഇടത് കോർണറിലേക്ക് റൈഡുമായി എത്തുകയാണ്. ടീമിനോട് ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്യുന്ന താരം കൂടിയാണ് പ്രിയങ്ക ഗുലിയ. ശക്തമായി ഒന്ന് മുന്നേറാൻ ശ്രമിച്ചു, പക്ഷേ വളഞ്ഞിട്ട് ആക്രമിച്ച് കീഴടക്കി. സ്കോർ 19. ഇന്ത്യൻ റെയിൽവേ സ്കോർ 19. സൂര്യകാന്തി 7 പോയിന്റ്. Wow. മോനിഷ, സൂര്യകാന്തിയുടെ 7-ാം നമ്പർ താരം മോനിഷ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3. സ്കോർ 25-7. ഇന്ത്യൻ റെയിൽവേസ് 25, സൂര്യകാന്തി 7 പോയിന്റ്. ഹാഫ് ടൈം. മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു 5-5 എന്ന ഈക്വൽ സ്കോറിലെത്തുന്ന സമയം വരെയും ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ശക്തമായ ആവേശമാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആദ്യ പകുതിയിലെത്തുമ്പോൾ 25-7 എന്ന സ്കോറിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2019, 2018 ഗോൾഡ് ആൻഡ് സിൽവർ മെഡലിസ്റ്റുകൾ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേസിന്റെ വരവ്. രണ്ടാം പകുതി ആരംഭിക്കുന്നു. കേരള കബഡി ലീഗ് സീസൺ 3യുടെ ആവേശകരമായ മറ്റൊരു ദിനം കൂടി പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിന്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ആദ്യ മത്സരം ഇന്ത്യൻ റെയിൽവേ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ റെയിൽവേ സൂര്യകാന്തി ടീമിനെ നേരിടുന്നു. അതാ ഇന്ത്യൻ റെയിൽവേയുടെ ക്യാപ്റ്റൻ കൂടിയായ പായൽ ചൗധരി, ഇന്ത്യൻ പ്ലെയർ, ഓരോ റൈഡുകളും പോയിന്റാക്കി മാറ്റിക്കൊണ്ട് ടീമിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നു. മറുഭാഗത്ത് മോനിഷയാണ് ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്. 7-ാം നമ്പർ പ്ലെയർ സൂര്യകാന്തിയുടെ മോനിഷ. മനോഹരമായൊരു സ്പീഡ് അറ്റൻഡ്, നല്ലൊരു പവർ അറ്റൻഡ്, കോർണർ അറ്റൻഡാണ് ഇപ്പോൾ മോനിഷ പോയിന്റ് നേടുന്നത്. 5-ാം നമ്പർ താരം മറുഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുമ്പോൾ സൊനാലി ഷിൻഡെ. സൊനാലി 2019 സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റാണ്. 2018 ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ് സൊനാലി ഇന്ത്യൻ റെയിൽവേസിന്റെ താരമാണ്. കേരള കബഡി ലീഗിന്റെ ആവേശകരമായ 3ാം സീസണിൽ ആദ്യമായി കൊല്ലത്തിന്റെ മണ്ണിൽ കബഡിയുടെ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കുവാൻ ഇന്ത്യൻ റെയിൽവേസ് എത്തുന്നു. വീണ്ടും മറുഭാഗത്ത് 5-ാം നമ്പർ താരം പ്രിയങ്ക ഗുലിയ. സൂര്യകാന്തി ടീമിന് വേണ്ടി ഇതാ 5-ാം നമ്പർ ജെർസി അണിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നത്. ഇടത് കോർണറാണ് ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്.
വീണ്ടും മനുഷ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗിലേക്ക് മുഴുവൻ കായിക പ്രേമികളെയും കബഡി സ്നേഹികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരം കാണുന്നതിനുള്ള വിശാലമായ സൗകര്യമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായി മത്സരം കാണുവാൻ വേണ്ടി കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വഴിയിൽ വന്ന് കാത്തു നിൽക്കാതെ എല്ലാ പ്രിയപ്പെട്ട കായിക കബഡി സ്നേഹികളെയും ഞങ്ങൾ ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ റെയിൽവേസിന്റെ ഇന്ത്യൻ താരം പൂജ റൈഡ് ചെയ്ത് പോയിന്റുമായി മടങ്ങുമ്പോൾ 31 ഇന്ത്യൻ റെയിൽവേ 31 സൂര്യകാന്തി 8 പോയിന്റ് 8:31. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. Next match, second call, Kerala Queens, Delhi Jansees. Next match, second call, women's section. Priyanka Gulia. സൂര്യകാന്തിയുടെ 5ാം നമ്പർ പ്ലെയർ. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത വനിതാ വിഭാഗത്തിൽ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നത് കേരള ക്യൂൺസും ഡൽഹി ജാൻസീസും തമ്മിലാണ് അടുത്ത മത്സരം. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. സ്കോർ 32-10. ഇന്ത്യൻ റെയിൽവേസ് 32, 10 പോയിന്റ് സൂര്യകാന്തി 10 പോയിന്റ്. ഇന്ത്യൻ റെയിൽവേ 32. Ride Indian Railway. Last 5 minutes, first match, Indian Railway, Surya match. Last 5 minutes, score 33 and 10. Indian Railway 33, Surya 10 point. Ride Surya. First match, last 5 minutes. Next match, Kerala Queens, Delhi Jansees, second goal. Next match, Kerala Queens, Delhi Jansees, second goal. Captain and team manager, second goal. Next match, Kerala Queens versus Delhi Jansees. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് ആവേശകരമായി 3ാം സീസൺ. 3ാം സീസന്റെ 3ാം ദിനത്തിൽ വനിതാ വിഭാഗത്തിൽ സൂര്യകാന്തി ഇന്ത്യൻ റെയിൽവേസ് ടീമുകൾ മാറ്റുരയ്ക്കുമ്പോൾ അവസാന മിനിറ്റുകളിലാണ് മത്സരം. ഇപ്പോൾ അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങുമ്പോൾ ശക്തമായ മുന്നേറ്റം ഇപ്പോൾ ആദ്യ പകുതിയിൽ നിന്ന് രണ്ടാം പകുതിയിലും കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസിന്റെ ശക്തമായൊരു മുന്നേറ്റം.
34-14. Score 34-14. 35 Indian Railway. Last 3 minutes. First match. Last 3 minutes. വീണ്ടും ഇന്ത്യൻ പ്ലെയർ ക്യാപ്റ്റൻ ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടി റൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് 2 മിനിറ്റ്. അവസാന 2 മിനിറ്റുകളിലേക്കാണ് മത്സരം നീങ്ങുന്നത്. ആദ്യ മത്സരം വനിതാ വിഭാഗത്തിൽ സൂര്യകാന്തി ഇന്ത്യൻ റെയിൽവേ. ഈ മത്സരം കഴിഞ്ഞാൽ ഉടനെ കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ് തയ്യാറായി വരിക. ശക്തമായ ലീഡ് നേടുകയാണ് ഇന്ത്യൻ റെയിൽവേ. ആദ്യ മത്സരത്തിൽ 3-ാം ദിവസത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ റെയിൽവേ ശക്തമായ ലീഡ് നേടുകയാണ്. സ്കോർ 37-38-15. അടുത്ത മത്സരത്തിന്റെ ടീമുകൾ എൻട്രൻസിലേക്ക് വരുവാൻ അറിയിക്കാൻ. അടുത്ത കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ് ടീമുകൾ എൻട്രൻസിലേക്ക് വരുവാൻ അറിയിക്കുകയാണ്. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. അങ്ങനെ 3-ാം ദിനത്തിലെ ആവേശകരമായ ആദ്യ മത്സരം ഇന്ത്യൻ റെയിൽവേ സൂര്യകാന്തി വനിതാ വിഭാഗത്തിൽ ആദ്യ മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മത്സരം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. കേരള ക്യൂൺസ് ഡൽഹി ജാൻസീസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. മാച്ച് ഒഫീഷ്യൽ ടോസ് വിൻ ബൈ കേരള ക്യൂൺസ്. ചോയ്സ് കോർട്ട്. ടോസ് ലഭിക്കുന്നത് കേരള ടീമിന്. അവര് കോർട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ടോസിംഗ് കഴിഞ്ഞു. ഇനി ടീം ലൈനപ്പ് പ്ലീസ്. ടീം ലൈനപ്പ്.
ടീമുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ അവர்கள், ഡോക്ടർ ശ്യാം എന്നിവരെയാണ് നമ്മുടെ ഈ ടീമുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ആദ്യം കേരള ടീമിനെ പരിചയപ്പെടുകയാണ്. ഡോക്ടർ ശ്രീ പട്ടത്താനം രാധാകൃഷ്ണൻ അവர்கள், ഡോക്ടർ സാജൻ എന്നിവർ ഇപ്പോൾ കേരള ക്യൂൺസ് ടീമിനെയാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് ആവേശകരമായ മൂന്നാം സീസണിലെത്തുമ്പോ മൂന്നാം സീസന്റെ ഉജ്ജ്വലമായ മൂന്നാം ദിനത്തിലെ ആവേശകരമായ മത്സരം രണ്ടാം മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡൽഹി ജാൻസീസ് കേരള ക്യൂൺസ് ടീമുകളെ ഇപ്പോൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ മത്സരത്തിന്റെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ, ഡോക്ടർ സാജൻ എന്നിവരാണ് ഇപ്പോൾ ഡൽഹി ജാൻസീസ് ടീമിനെ പരിചയപ്പെടുന്നു. ടീമുകളെ പരിചയപ്പെട്ടുകൊണ്ട് തുടർന്ന് നമ്മുടെ ഒഫീഷ്യൽസ് മത്സരം നിയന്ത്രിക്കുന്ന ഒഫീഷ്യൽസിനെ പരിചയപ്പെടുവാൻ വരികയാണ്. ഒഫീഷ്യൽസിനെ പരിചയപ്പെടുന്നു. ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ അവர்களுം ഡോക്ടർ സാജൻ എന്നിവർ ചേർന്നപ്പോൾ ടീമിനെ പരിചയപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽസിനെ പരിചയപ്പെടുന്നു. താങ്ക് യു ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ. താങ്ക് യു ഡോക്ടർ സാജൻ. താങ്ക് യു വെരി മച്ച്. ആദ്യ റൈഡുമായി ഇതാ ഡൽഹി ജാൻസീസ്. ഡൽഹി ജാൻസീസിന്റെ ആദ്യ റൈഡ് ആറാം നമ്പർ പ്ലെയറാണ് പ്രീതം. സേഫ് റൈഡ് ചെയ്ത് മടങ്ങുമ്പോൾ മറുഭാഗത്തും ഇതാ ക്യാപ്റ്റൻ കൂടിയായ കേരള ക്യൂൺസിന്റെ വിദ്യ. ജേഴ്സി നമ്പർ 4 സീനിയർ ഇന്ത്യൻ ക്യാമ്പ്. വിദ്യ റൈഡ് ചെയ്ത് മടങ്ങുമ്പോൾ മറുഭാഗത്ത് നിന്ന് വീണ്ടും റൈഡ് വരുന്നു. ഡൽഹി ജാൻസീസ് ഒന്നാം നമ്പർ പ്ലെയറാണ് മഞ്ജു. ഡൽഹി ജാൻസീസിന്റെ റൈഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മറുഭാഗത്തുനിന്നും ബൃന്ദ. ബൃന്ദ മനോഹരമായ ഒരു കോർണർ അറ്റൻഡോടുകൂടി വരികയാണ്. ഡു ഓർ ഡൈ തേർഡ് റൈഡ്. ഡൽഹി ജാൻസീസിന്റെ തേർഡ് റൈഡ് ഡു ഓർ ഡൈ. നാലാം നമ്പർ പ്ലെയർ ലവ്പ്രീത് ക്യാച്ചാക്കി മാറ്റിയിരിക്കുന്നു. കേരള ക്യൂൺസ് അഖില സീനിയർ നാഷണൽ അഖില പോയിന്റുമായി ഡൽഹി ക്യൂൺസിന്റെ ആറാം നമ്പർ പ്ലെയർ റൈഡ് കഴിഞ്ഞ് മടങ്ങുന്നു. പ്രീതം ടച്ചിങ് പോയിന്റുമായി മടങ്ങുകയാണ്.
മനോഹരമായൊരു സൂപ്പർ റൈഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ 4 പോയിന്റാണ്. ഒരു റൈഡിന് കൃത്യമായി ഒരു റൈഡർ കോർട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡാണ് ആ റൈഡർക്ക് ആ കോർട്ടിൽ നിൽക്കുവാനുള്ള സമയം. 30 സെക്കൻഡ്. ആ 30 സെക്കൻഡ് വരെ ഒരു ക്യാച്ച് നടന്നാൽ അവർക്ക് സ്ട്രഗിൾ ചെയ്യുമ്പോൾ കൃത്യമായി ആ സമയം നമ്മുടെ ടൈമർ ഈ മത്സരത്തിന്റെ പുതിയ റൂൾസ് അനുസരിച്ച് നമ്മൾ മത്സരത്തിന് വേണ്ടി ടൈമർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ടൈമർ കൃത്യമായ സമയം 30 സെക്കൻഡാണ് ഒരു റൈഡർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം. റൈഡർ സെന്റർ ലൈനിൽ നിന്നും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കേരള ക്യൂൻസ് 13, 1 point Delhi Genesis. 13 point Kerala Queens, 1 point Delhi Genesis. Rider Delhi Genesis. വനിതാ ടീമുകളുടെ മത്സരമാണ് നമ്മൾ ആദ്യം ക്രമീകരിക്കുന്നത്. അത് കഴിഞ്ഞാണ് പുരുഷ വിഭാഗം മത്സരങ്ങൾ എത്തുക. വെളിയിൽ വന്ന് കൂടി നിൽക്കല്ലേ കൂട്ടുകാരെ, വെളിയിൽ വന്ന് കൂടി നിൽക്കാതെ എല്ലാവർക്കും ഇരിക്കാൻ കസേര ഇഷ്ടം പോലെ വിശാലമായ സൗകര്യം, വിപുലമായ ക്രമീകരണം സൂര്യകാന്തി ഫൗണ്ടേഷൻ ഈ മത്സരം കാണുവാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പാസും ടിക്കറ്റ് അങ്ങനെ യാതൊരുവിധ ക്രമീകരണങ്ങളുമില്ല. നിങ്ങൾക്ക് ഇരിക്കാൻ എല്ലാ സൗകര്യമുണ്ട്. പാസും ടിക്കറ്റും അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. പ്രവേശനം തികച്ചും സൗജന്യമാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ കബഡി പ്രേമികൾ കായിക സ്നേഹികൾക്ക് നൽകിയ ആവേശകരമായ വരവേൽപ്പ് 3ാം സീസണിലും അനേകം പ്രോ കബഡി താരങ്ങളെ ഈ കഴിഞ്ഞ സീസണിലെ പ്രോ കബഡി പ്ലെയർ 7ാം സീസണിലെ നിരവധി താരങ്ങൾ അണിനിരക്കുന്ന പ്രമുഖ ടീമുകൾ ഇന്ത്യൻ റെയിൽവേ, അതുപോലെ കേരള സായി ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകളുടെ പോരാട്ടം നമ്മൾ ഇന്ന് തന്നെ കാണും. അഖില വീണ്ടും റൈഡ് പോയിന്റുമായി മടങ്ങുന്നു. 3 പോയിന്റാണ് ലഭിക്കുന്നത്. നമ്പർ 6 പ്രീതം ഡൽഹി ജാൻസിസിന് വേണ്ടി 6ാം നമ്പർ ജേഴ്സി അണിയുന്നു. പ്രീതം റൈഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മറുഭാഗത്തൊന്നും കേരള ക്യൂൻസിന്റെ മൂന്നാം നമ്പർ താരം ലിബിയ മാത്യു. സേഫ് റൈഡ് ചെയ്ത് മടങ്ങുമ്പോൾ മറുഭാഗത്തുനിന്ന് വീണ്ടും ഇതാ മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അനുപമ, ഡൽഹി ജാൻസിസിന്റെ അനുപമ. സൂപ്പർ ടാക്കിൾ ഓൺ, സൂപ്പർ ടാക്കിൾ ഓൺ. 3 പേർ മാത്രമുള്ള കോർട്ടിൽ ഈ 3 പേര് ചേർന്ന് റൈഡറെ ക്യാച്ച് ചെയ്താൽ 2 പോയിന്റാണ് ലഭിക്കുക. അതാണ് സൂപ്പർ ടാക്കിൾ. ഇപ്പോൾ സൂപ്പർ ടാക്കിൾ സാധ്യത, പക്ഷേ അവിടെ ഡു ഓർ ഡൈ. ഒന്നാം നമ്പർ താരം മഞ്ജു. വീണ്ടും 3 പേർ സൂപ്പർ ടാക്കിൾ ഓൺ. 3 പേരും 2 പേരും ഒരു കോർട്ടിൽ 3, 2. 3 പേര് അല്ലെങ്കിൽ 2 പേരുള്ളപ്പോൾ മാത്രമാണ് ഈ സൂപ്പർ ടാക്കിൾ സാധ്യത ഉള്ളത്. വീണ്ടും കേരള ക്യൂൻസിന്റെ കോർട്ടിൽ മനോഹരമായ ഒരു ക്യാച്ച് വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. റൈഡുമായി വീണ്ടും 9ാം നമ്പർ പ്ലെയറാണ് ഇപ്പോൾ കേരള ക്യൂൻസിന് വേണ്ടി റൈഡ് ചെയ്യുന്നത്.
മോനിഷ രണ്ടുപേർ ചേർന്ന് റൈഡറെ ക്യാച്ച് ചെയ്താലും ലഭിക്കുന്ന 2 പോയിന്റാണ്. സൂപ്പർ ടാക്കിൾ സാധ്യത. അവിടെ പോയിന്റ് ഒന്നും ടച്ച് ചെയ്യാതെ മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും ക്യാപ്റ്റൻ കൂടിയായ പ്രീതം 6-ാം നമ്പർ ജെർസി അണിഞ്ഞുകൊണ്ട് ഡൽഹി ചാൻസസിന് വേണ്ടി മത്സരിക്കുന്ന ക്യാപ്റ്റൻ കൂടിയായ പ്രീതം ഇപ്പോൾ റൈഡുമായി എത്തുകയാണ്. Do or die. Do or die. Next match, women's section. CISF versus next match, CISF Surya Gandhi. Next match, women's section. CISF versus Surya Gandhi. Team get ready. Captain and the manager. Next match, CISF versus Surya Gandhi. മത്സരങ്ങളാണ് തുടർന്ന് നടത്തപ്പെടുക. മത്സരത്തിൽ 2-ാം പകുതി ആരംഭിച്ചു കഴിഞ്ഞു. കേരള ക്യൂൺസും ഡൽഹി ജാൻസീസും തമ്മിലുള്ള മത്സരത്തിൽ 2-ാം പകുതി ആരംഭിച്ചു കഴിഞ്ഞു. 25-4 എന്ന ക്രമത്തിലാണ് സ്കോർ നിൽക്കുന്നത്. 25-4. ഡൽഹി ജാൻസീസിന്റെ മഞ്ജു 1-ാം നമ്പർ ജെർസി അണിഞ്ഞുകൊണ്ട് റെഡി ചെയ്യുന്നു. മഞ്ജു മറുഭാഗത്ത് നിന്നും 9-ാം നമ്പർ പ്ലെയർ റൈഡുമായി എത്തുകയാണ്. മോനിഷ Do or die.
Kerala Kions 28. Delhi Jansis 6 point. Oh. Surya Gandhi Foundation Pandit Deen Dayal Trophy Kerala Kabaddi League Season 3 ഡിസംബർ 25 മുതൽ 29 വരെ കൊല്ലം പീരങ്കി മൈതാനിയിൽ സൂപ്പർ 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 ടക്കിൽ മനോഹരമായ സൂപ്പർ ടക്കിലൂടെ അതാ ഡൽഹി ജാൻസീസിന് 2 പോയിന്റ് ലഭിക്കുന്നു. 2 പേർ ചേർന്ന് റൈഡറെ ക്യാച്ച് ചെയ്തു. 2 പോയിന്റാണ് നേടുന്നത് സൂപ്പർ ടാക്കിൽ. ശക്തമായ ഒരു മുന്നേറ്റമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. കൃത്യമായ കരവലയത്തിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് പോയിന്റാക്കി മാറ്റി ഡൽഹി ജാൻസീസ്. മറുഭാഗത്ത് വീണ്ടും Last 4 minutes. Next match, second goal. വീണ്ടും അവിടെ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒന്ന് കൈയടിച്ചു കൊടുക്കും, ഒന്ന് ക്ലാപ്പ് ചെയ്യൂ പ്ലീസ് 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 പ്ലീസ്. സൂപ്പർ സൂപ്പർ ടക്കിൾ. മതി മതി മതി, എനിക്ക് തൃപ്തിയായി. കൊള്ളാം. അതാകാ തുടർച്ചയായി 2 സൂപ്പർ ടാക്കിലൂടെ 4 പോയിന്റാണ് ഡൽഹി ജാൻസീസ്. നമ്മൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളാണ് നമ്മൾ കാണുന്നത്. അതാണ് കളിയുടെ ആവേശം. കാണികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കളിക്കാർക്കും എടുത്തു മറിക്കാൻ നോക്കി, പക്ഷേ ഇല്ല. അവിടെ ഉരുക്ക് കോട്ടയാണ് കേരള ക്യൂൺസ് തീർത്തത്. അതിനെ മറികടക്കാൻ ഡൽഹി ജാൻസീസിന് കഴിഞ്ഞില്ല എന്നത് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. വീണ്ടും അവിടെ വീണ്ടും ഒരു സാധ്യത തെളിയുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പോയി. ഒന്നിൽ പിഴച്ചാൽ 3-1 മൂന്നാം അവസരം കേരള ക്യൂൺസ് അത് മുതലാക്കി. പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ രണ്ടാമത്തെ പ്ലേയേഴ്സ് ഒപ്പമുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവർക്ക് അവിടെ ഹാൻഡി അടിക്കാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. ഇനി സമയമുണ്ടല്ലോ. സ്കോർ 37. Kerala Queens 37, Delhi Jansis 10 point. ശക്തമായൊരു ആവേശം അവർക്ക് ഇപ്പോഴാണ് വന്നത്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ ഈ ലാസ്റ്റ് 3 മിനിറ്റ് ലാസ്റ്റ് 3 മിനിറ്റ്. നെക്സ്റ്റ് മാച്ച് സെക്കൻഡ് ഗോൾ വിമൻ സെക്ഷൻ. സെക്കൻഡ് ഗോൾ ക്യാപ്റ്റൻ ആൻഡ് മാനേജർ. സെക്കൻഡ് ഗോൾ CISF സൂര്യകാന്തി വിമൻ സെക്ഷൻ. സെക്കൻഡ് ഗോൾ CISF സൂര്യകാന്തി ടീമുകളാണ് അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഡൽഹി ജാൻസീസ് ഇതുപോലെ അല്പം കൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ശക്തമായ ഒരു മത്സരം നമുക്കും കാണാമായിരുന്നു. എല്ലാവരും ഉണ്ടായ വാട്ട് 5 points. സൂപ്പർ റൈഡ്. ലാസ്റ്റ് 2 മിനിറ്റ്. 2 മിനിറ്റ് കൂടി മാത്രം. ഡൽഹി ജാൻസീസ് അല്പമൊന്ന് ശക്തമായി വന്നതായിരുന്നു. പക്ഷേ കേരള ക്യൂൺസ് അവരെ തളർത്തി കഴിഞ്ഞു. ഇത് മതി. അവിടെ നിൽക്കട്ടെ, അങ്ങനെ നീങ്ങട്ടെ.
പൊരിഞ്ഞ പോരാട്ടം അതാ വിസിൽ മുടങ്ങി കഴിഞ്ഞു. സൂപ്പർ ടാക്കിൾ, അതിനൊരു കൃത്യമായ ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ നമുക്കവിടെ മനസ്സിലാകും. കാരണം റൈഡറുടെ സ്ട്രഗിള് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ വിസിൽ മുടങ്ങും. അതിന് ടൈം വേണ്ട. റൈഡറുടെ ആ സ്ട്രഗിൾ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ റഫറി ആ അവസരം നോക്കി നിൽക്കും. മൂവ്മെന്റ് ഇല്ല എങ്കിൽ അപ്പോഴേ അവിടെ വിസിൽ വരും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീണ്ടും ഇതാ 3 പേര് വന്നു. 3 പേരുണ്ട്. 2 പേരുണ്ടെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. 3 പേരാണെങ്കിൽ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റ് ശക്തമായ മുന്നേറ്റം നമ്മുടെ കേരള ക്യൂൺസ്. 44 13 പോയിന്റ് ഡൽഹി ജാൻസീസ്. കാലുപാരി മലർത്തിയടിക്കാൻ വെമ്പുന്ന കളിക്കാരി നിൽക്കുമ്പോൾ സപ്പോർട്ട് വരാത്തതുകൊണ്ടാണ് അതിന് സംഭവിച്ചത്. പോട്ടെ. അപ്പോ അടുത്ത ടീമുകൾ പരമാവധി ശ്രമിച്ചു. നല്ലൊരു മുന്നേറ്റമായിരുന്നു. പക്ഷേ ശക്തമായ കടന്നാക്രമണം ഇരയെ കീഴ്പ്പെടുത്തി കളഞ്ഞു. പോയിന്റ് കേരള ക്യൂൺസ്. അങ്ങനെ മറ്റൊരു മത്സരം കൂടി ഇവിടെ. എന്തായാലും കുറച്ചു നേരം നമുക്കൊരു ആവേശം തന്നു എങ്കിലും കൊള്ളാമായിരുന്നു. രണ്ടുപേരും നല്ല മികവാർന്ന മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇതുപോലുള്ള നല്ല സൂപ്പർ ടാക്കുകളും നല്ല സ്ട്രഗിളുകളും നല്ല റൈഡുകളും നല്ല ക്യാച്ചുകളും ഇത്തരത്തിലുള്ള ആവേശകരമായ മത്സരങ്ങളാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ മത്സരത്തിനൊരു അത് കാണാനും ആസ്വദിക്കുവാനും ആ ഒരു ത്രസിപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആസ്വാദനം അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയൂ. വരുന്ന മത്സരങ്ങളിൽ എന്തായാലും ആദ്യ റൗണ്ട് കഴിഞ്ഞാൽ തുടർന്ന് 2ാം റൗണ്ട് മത്സരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീമാറുന്ന പോരാട്ടമായിരിക്കും. അതിൽ സംശയമില്ല. അടുത്ത ടീം ഫൈനൽ കോൾ വേണുഗോപാൽ റഫറി. സൂര്യകാന്തി CISF റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. CISF റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജിയുടെ ജന്മശതാബ്ദി വർഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹാശംസകളുടെ സൂര്യകാന്തി ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചു. ദീൻദയാൽ ട്രോഫിക്ക് വേണ്ടി നടത്തുന്ന കേരള കബഡി ലീഗ് KKL ഇപ്പോൾ സീസൺ 3ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 2 സീസണുകളിലും കായിക പ്രേമികളായ ബഹുജനങ്ങളിൽ നിന്നും നിർലോഭമായി ലഭിച്ച സഹായവും പിന്തുണയുമാണ് സീസൺ 3ലേക്ക് കടക്കുവാൻ സൂര്യകാന്തി ഫൗണ്ടേഷന് പ്രയോജനമായത്. പൊതുപ്രവർത്തന രംഗത്ത് ഉത്തമ മാതൃകയുടെ അടയാളപ്പെടുത്തലുകൾ നടത്തി മലയാളികളുടെ അഭിമാനമായി മാറിയ കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ V മുരളീധരൻ ജി അവറുകൾ KKL സീസൺ 3യുടെ സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരിയായി എന്നത് കായിക പ്രേമികൾക്ക് അഭിമാനകരമായ അനുഭവമാണ്. കായിക രംഗത്തെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം KKLനെ ദേശീയ തലത്തിലും അതിനപ്പുറത്തേക്കും എത്തിക്കുമെന്നതിൽ സംശയമില്ല. വെല്ലുവിളികളെ നേരിടുവാൻ കരുത്തും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്ന നമ്മുടെ ദേശീയ കായിക വിനോദമായ കബഡിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേരള കബഡി ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാകർമ്മയോഗിയായ
ദീൻദയാൽജിയുടെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളായ ബഹു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിജിയുടെ ജന്മദിനവും ആഘോഷഗുണ ദിനമായ ക്രിസ്മസും എല്ലാം സമന്വയിക്കുന്ന ദിനവും കൂടി ആയ ഡിസംബർ 25 മുതൽ 29 വരെ കൊല്ലം പീരങ്കി മൈതാനിയിൽ KKL സീസൺ 3 സംഘടിപ്പിച്ചിരിക്കുന്നു. ടോസ് വിൻ ബൈ സൂര്യകാന്തി. ചോയ്സ് കോർട്ട്. ടോസ് ലഭിച്ചിരിക്കുന്ന സൂര്യകാന്തിക്ക് അവര് കോർട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി മത്സരത്തിലേക്ക്. ഈ മത്സരം ആരംഭിക്കാം. ഇപ്പോൾ ഗസ്റ്റ് ഇല്ല. റഫറി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഗസ്റ്റ് ഇല്ല. മത്സരം സ്റ്റാർട്ട് ചെയ്യാം. മത്സരം ആരംഭിക്കുന്നു. ഇതാ ആദ്യ റൈഡുമായി CISF നമ്പർ 12 സഞ്ജന ശർമ്മ. ആദ്യ റൈഡ് തന്നെ നല്ലൊരു ചാർജിലൂടെ പോയിന്റാക്കി മാറ്റുന്നു സൂര്യകാന്തിയുടെ 5ാം നമ്പർ പ്ലെയർ പ്രിയങ്ക ഗലിയ. അപ്പോ പഴമൊഴി കറക്റ്റാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സൂര്യകാന്തി ക്യാച്ച് ചെയ്തു. മറുഭാഗത്ത് വന്നപ്പോ CISFും കൃത്യമായ ഒരു ക്യാച്ച്. രണ്ടുപേരും ക്യാച്ചിലൂടെ രണ്ടുപേരും പോയിന്റ് നേടുകയാണ്. ആദ്യ പോയിന്റുകൾ നേടുന്നു. മറുഭാഗത്ത് നിന്നും റൈഡുമായി നമ്പർ 7 മോണിഷ, ക്യാപ്റ്റൻ കൂടിയായ മോണിഷ. ഓ, ചെയിൻ ബ്ലോക്കിൽ അകപ്പെട്ടു പോയി. എങ്ങനെ രക്ഷപ്പെടാനാ? വീണ്ടും സഞ്ജന ശർമ്മയുടെ രണ്ടാമത്തെ റൈഡും അവര് തന്ത്രപരമായി കാത്തിരുന്ന് ക്യാച്ചാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാ വീണ്ടും മറുഭാഗത്തു നിന്നും പ്രിയങ്ക ഗലിയ 5ാം നമ്പർ ജേഴ്സിയാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. സൂര്യകാന്തിയുടെ ബോണസ് പോയിന്റുമായി മടങ്ങുന്നു. Captain and team manager. Team please. Next match, men's section. CISF Sonipat Panthers. അടുത്ത മത്സരം പുരുഷ വിഭാഗത്തിലാണ്. പങ്കെടുക്കുന്ന ടീമുകൾ CISFും സോനിപട്ട് പാന്തേഴ്സ്. ക്യാപ്റ്റൻ ആൻഡ് ടീം മാനേജർ. നെക്സ്റ്റ് മാച്ച് മെൻസ് സെക്ഷൻ CISF versus Sonipat Panthers. Team get ready. Captain and manager.
Suryaganti 7 point. CISF 4 point. Suryaganti 8. Score 8 points. Suryaganti. Suryaganti 8 points. 4 point CISF. Right, CISF day. Ara number player right. Green number last. Oh. സൂര്യകാന്തി CISF ടീമുകളുടെ മത്സരമാണ് ഇപ്പോൾ. സൂര്യകാന്തി ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. സൂര്യകാന്തി കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ട ആ അനുഭവ സംബന്ധമായി മത്സരത്തിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സൂര്യകാന്തി 14 CISF 9 points. Score 9 and 14. Favor of Suryaganti. Rider CISF in the Jyoti. Eda number Taram, Jyoti. മറുഭാഗത്ത് നിന്ന് 3-ാം നമ്പർ പ്ലെയർ സിബ്രൻ. പോയിന്റുമായി മടങ്ങുമ്പോൾ മറുഭാഗത്ത് നിന്നും ഇതാ വീണ്ടും 7-ാം നമ്പർ ജ്യോതി വീണ്ടും പോയിന്റുകൾ നേടുവാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ, പോയിന്റ് നേടി മടങ്ങുന്ന ശക്തമായ മുന്നേറ്റം ജ്യോതിയുടെ ഭാഗത്തു നിന്നും. ഇത് വീണ്ടും പോയിന്റുമായി മടങ്ങുമ്പോൾ ഇതാ സൂര്യകാന്തിയുടെ 9-ാം നമ്പർ പ്ലെയറാണ് മിമാൻഷി.
Number 4. സിയ. സൂര്യകാന്തിയുടെ സിയ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3 ഡിസംബർ 25 മുതൽ 29 വരെ കൊല്ലം പീരങ്കി മൈതാനിയിൽ. സൂര്യകാന്തി സ്കോർ 19. Score 19. Suryaganti 19. CISF 15. Two plus two 4 point ലഭിക്കുന്നു CISF-ന്. ഇപ്പോൾ സ്കോർ ഈക്വൽ 19 all. 19-19 എന്ന ക്രമത്തിൽ ഇപ്പോൾ തുല്യശക്തികളായിരിക്കുന്ന ആദ്യം ഒരു മുന്നേറ്റം കാഴ്ചവെച്ചത് സൂര്യകാന്തിയാണ്. ഒപ്പം തുടർന്നുള്ള ഓരോ മിനിറ്റുകളിലും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് CISF ഇപ്പോൾ 19-19 എന്ന സ്കോറിലെത്തിയിരിക്കുന്നു. വീണ്ടും ഒരു പോയിന്റ് ഇപ്പോൾ ലീഡ് നേടുകയാണ്. 19 സ്കോർ. സ്കോർ വീണ്ടും ഈക്വൽ 20 all. 19-19 ഇപ്പോൾ 20-20. അങ്ങനെ ഓരോ പോയിന്റുകളും ശക്തമായ നേട്ടവും വിട്ടുകൊടുക്കാതുള്ള ആവേശവും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കാണികളുടെ ഭാഗത്തുനിന്ന് ഒരു കയ്യടി, ഒരു കമന്റ് ഒന്നും വരുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോത്സാഹനമൊക്കെ ചെറുതായിട്ട് ഒന്ന് അനക്കി നിർത്ത്. നല്ല പ്രോത്സാഹനം കൊടുത്തെങ്കിലും നമുക്ക് നല്ല കളി കാണാൻ പറ്റും. നല്ലൊരു ചാർജ്, സൂപ്പർ ചാർജ് കണ്ട. സൂര്യകാന്തി സ്കോർ 22. സൂര്യകാന്തി 22. CISF സ്കോർ 20. 22-20 റൈഡ്. ഇപ്പോൾ സൂര്യകാന്തി 21-22 മത്സരം ശക്തമാകുകയാണ്. ശക്തമായ പോരാട്ടത്തിലേക്ക് 21-22. ഇപ്പോൾ വീണ്ടും സ്കോർ ഈക്വൽ ആയിരിക്കുന്നു. 22 all. 22-22 എന്ന ക്രമത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും. അതാണ് വിട്ടുകൊടുക്കില്ല. അതാ പ്രിയങ്ക ഗലിയ 5ാം നമ്പർ താരം ഒരു പോയിന്റ് നേടുമ്പോൾ 23-22. 23 സൂര്യകാന്തി, 22 ഇല്ല. 23 all. 19-19 20-20 21 ഇപ്പോൾ 23-23. ഇതാണ് നല്ലൊരു മത്സരം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ഓരോ പോയിന്റുകളും വളരെ ശ്രദ്ധാപൂർവം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കബഡിയുടെ പുത്തൻ ചുവടുകൾ കളിക്കളത്തിൽ നിറയുന്ന ശക്തമായ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ടീമും നീങ്ങുന്നത്. ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് രണ്ടുപേരും കാഴ്ചവെക്കുക. CISF ഇപ്പോൾ 24. സൂര്യകാന്തി 23. 23-24.
24-25. വീണ്ടും 7-ാം നമ്പർ പ്ലെയർ ജ്യോതി. ഓ, ആരും പിടിച്ചില്ല. ജ്യോതിയും അവിടെ ഒന്ന് അറച്ചുപോയി. പിറകിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പേടിച്ചത് കൊണ്ടാണ് അവിടെ സെൻട്രൽ ലൈൻ കിട്ടാത്തത്. പക്ഷേ വീണ്ടും മത്സരം ഈക്വലായി. 25 ഈച്ച്. 25 ദേ പോയി. അപ്പോൾ ഒരു മുന്നേറ്റം അവിടെ. സൂര്യകാന്തി ഇപ്പോൾ 28. Super tackle on. Super tackle. സ്കോർ വീണ്ടും ഈക്വൽ. സ്കോറിലെത്തിയിരിക്കുകയാണ്. സ്കോർ ഇപ്പോൾ വീണ്ടും ഈക്വലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു മാറ്റം. 29 എന്നുള്ള ക്രമത്തിൽ നിന്നും ഒന്ന് മാറ്റം വന്നിരിക്കുന്നു. 29 സൂര്യകാന്തി 29. CISF ഇപ്പോൾ 30 പോയിന്റ്. ഇപ്പോൾ 31. CISF ഇപ്പോൾ 31. മത്സരത്തിന്റെ ഹാഫ് ടൈം സ്കോർ 31 CISF 31 29 സൂര്യകാന്തി 29 31 CISF 29-31. Full team, please, full team lineup. Come on. CSF Suryagandhi, manager, full team lineup. ടീമിനെ പരിചയപ്പെടുവാനായി നമ്മൾ കോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ മോഹൻലാൽ അവരുകളാണ്, റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ്, മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ, ഇപ്പോൾ കൊല്ലം ബാറിലെ അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവരുകളെ ടീമിനെ പരിചയപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇപ്പോൾ CISF ടീമിനെയാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ മത്സരത്തിലെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മോഹൻലാൽ, റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ്, മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ, ഇപ്പോൾ കൊല്ലം ബാറിലെ അഡ്വക്കേറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈ KKLന്റെ സീസൺ 3-യിൽ KKLന്റെ 3-ാം സീസണിൽ പങ്കെടുത്തുകൊണ്ട് ടീമുകളെ പരിചയപ്പെടുന്നു. ഒഫീഷ്യൽസ് നമ്മുടെ ടീമിനെ മത്സരം ചെയ്തിരിക്കുന്ന ടീം ഓഫ് മാച്ച് ഒഫീഷ്യൽസിനെ പരിചയപ്പെടുന്നു. തുടർന്ന് നമ്മുടെ സൂര്യകാന്തി ടീമിനെ പരിചയപ്പെടും. ശ്രീ മോഹൻലാൽ, റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ്, മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ, ഇപ്പോൾ കൊല്ലം ബാറിലെ അഡ്വക്കേറ്റാണ്. സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ടീമുകളെ പരിചയപ്പെടുന്നു നമ്മുടെ ഈ മത്സരത്തിലെ അതിഥി ശ്രീ മോഹൻലാൽ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ടീമുകളെ പരിചയപ്പെട്ടുകൊണ്ട് രണ്ട് ടീമുകളെയും ഇപ്പോൾ പരിചയപ്പെടുകയാണ് ശ്രീ മോഹൻലാൽ. താങ്ക് യു ശ്രീ മോഹൻലാൽ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.
വാവ്, പരമാവധി ശ്രമിച്ചു, പക്ഷേ വിട്ടുകൊടുത്തില്ല. പോയിന്റാക്കി മാറ്റിയിരിക്കുന്നു CISF. സൂപ്പർ 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 ടക്കിൾ. അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ കളിയിൽ നമ്മൾ ഇതുപോലെ രണ്ടാം പകുതിയിലാണ് നല്ല മനോഹരമായ സൂപ്പർ ടാക്കിൾ കണ്ടത്. 2 പോയിന്റാണ് സൂര്യകാന്തിക്ക് ലഭിക്കുന്നത്. 2 പേർ ചേർന്ന് റൈഡറെ ക്യാച്ച് ചെയ്തു. അപ്പോ സ്കോർ സൂര്യകാന്തി 31, സൂര്യകാന്തി 31, CISF 34, 32 and 34. Favor of CISF. Number 7, ജ്യോതി. CISFന് വേണ്ടി ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്യുന്ന താരം, ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന പ്ലെയർ കൂടിയാണ് ജ്യോതി. തുടർച്ചയായ റൈഡുകൾ ചെയ്യുന്നതിൽ ഒരു ക്ഷീണവുമില്ലാതെ ശക്തമായ ഒരു മികവാണ് മത്സരത്തിന് വേണ്ടി സ്വന്തം ടീമിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജ്യോതിയുടെ ആ ഒരു മുന്നേറ്റം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കണ്ടില്ലേ, കഴിഞ്ഞ റൈഡും ഈ റൈഡും ഒരു ക്ഷീണവുമില്ലാതെ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ 3ാം ദിനത്തിൽ ആവേശകരമായ പുരുഷ വിഭാഗം മത്സരങ്ങളാണ് അടുത്തതായി വരാൻ പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന വനിതാ മത്സരം കഴിഞ്ഞാൽ തുടർന്ന് നടക്കുന്ന പുരുഷ വിഭാഗം CISFും സോണി പാന്തേഴ്സും തമ്മിൽ മത്സരിക്കും. അടുത്ത മത്സരം പുരുഷ വിഭാഗത്തിൽ പോയത് വനിതാ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം. ക്യാപ്റ്റൻ, ടീം മാനേജർ, നെക്സ്റ്റ് മാച്ച് CISF സോണി പാന്തേഴ്സ്. മെൻ സെക്ഷൻ നെക്സ്റ്റ് മാച്ച് ടീം കണ്ടടി. വീണ്ടും സഞ്ജന ശർമ്മ ടച്ചിങ് പോയിന്റുമായി മടങ്ങുന്നു. സ്കോർ പോയിന്റ് വരെയുള്ള സമയം പോലും കൊടുക്കാതെ അത്രത്തോളം ശക്തമായി പോയിന്റ് വേട്ടകൾ നടത്തുകയാണ് രണ്ട് ടീമുകളും. CISF 43, CISF 43, സൂര്യകാന്തി 34. ഇപ്പോൾ അല്പം മുന്നേറ്റം, രണ്ടാം പകുതിയിൽ ശക്തമായൊരു മുന്നേറ്റമാണ് ഇപ്പോൾ CISF. മറുഭാഗത്ത് നിന്ന് 3ാം നമ്പർ പ്ലെയർ ഇപ്പോൾ റൈഡുമായി എത്തുകയാണ്. ഓരോ റൈഡുകൾ അത് പോയിന്റാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ടീമുകളും വീണ്ടും റൈഡുമായി ജ്യോതി തന്റെ ടീമിനെ വിജയിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന, ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്യുന്ന പ്ലെയർ കൂടിയാണ് 7ാം നമ്പർ ജേഴ്സി അണിയുന്ന ജ്യോതി. മറുഭാഗത്ത് നിന്നും 3ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട്
സിമ്രൻ, സൂര്യകാന്തി ടീമിന് വേണ്ടി 3-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് റൈഡ് ചെയ്യുന്നു. സിമ്രൻ ബോണസ് പോയിന്റുമായി മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും ഇതാ വീണ്ടും ജ്യോതി തന്നെ തളരാതെ ക്ഷീണിക്കാതെ തളർച്ചയും ക്ഷീണവും ഒന്നുമില്ലാത്ത രീതിയിൽ ഓരോ റൈഡും തുടർച്ചയായി എത്രത്തോളം റൈഡിന് കഴിയാൻ മാച്ച് സൂര്യകാന്തി CISF ലാസ്റ്റ് 5 മിനിറ്റ് സ്കോർ CISF സ്കോർ 45 CISF 45 സൂര്യകാന്തി 36. CISF time out over. സൂര്യകാന്തിയുടെ പ്രിയങ്ക വീണ്ടും റൈഡ് ചെയ്ത് പോയിന്റുമായി മടങ്ങുന്നു. പ്രിയങ്ക മറുഭാഗത്തു നിന്നും ക്യാപ്റ്റൻ കൂടിയായ മത്സരം അവസാന മിനിറ്റുകളിലേക്ക്. സൂര്യകാന്തി 38. Last 3 minutes 38 point. Suryaganti CISF score 48 38 and 48. 49 CISF 49. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് ആവേശകരമായ സീസൺ 3യുടെ 3-ാം ദിവസത്തെ മത്സരങ്ങൾ. ലാസ്റ്റ് 2 മിനിറ്റ് അവസാന 2 മിനിറ്റുകൾ ബാക്കി നിൽക്കെ 2 പോയിന്റുമായി ഇതാ മടങ്ങുകയാണ്. സൂര്യകാന്തിയുടെ പ്രിയങ്ക 2 പോയിന്റുമായി മടങ്ങുമ്പോ +2 3 പോയിന്റ് ആണ് ലഭിക്കുന്നത് സൂര്യകാന്തിക്ക്. 41 സൂര്യകാന്തി 41 CISF 51 and 41 favor of CISF 51 41-51 എന്ന ക്രമത്തിലാണ് ഇപ്പോൾ 10 പോയിന്റ് ലീഡ് CISF. കായിക ആവേശത്തിന്റെ കരുത്തുമായി ഒരു ജനതയുടെ ആശയും ആവേശവുമായി മാറിയ കബഡി, സുവർണ ഭാരതത്തിന്റെ കായിക കനി എന്നറിയപ്പെടുന്ന കബഡി വളർച്ചയുടെ പടവുകൾ താണ്ടി അപ്പോൾ പ്രോ കബഡിയുടെ സീസൺ 7-ലെത്തുമ്പോൾ
പ്രോ കബഡിയുടെ 7ാം സീസണിൽ പങ്കെടുത്ത പ്രഗത്ഭരായ താരങ്ങൾ കൊല്ലത്തിന്റെ മണ്ണിൽ ആദ്യമായി ഇവിടെ മാറ്റുരയ്ക്കുന്നു. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗിൽ ഈ 3ാം സീസണിൽ പ്രോ കബഡിയിലെ പ്രഗത്ഭരായ താരങ്ങൾ മാറ്റുരയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കബഡി പ്രേമികൾക്ക്, കൊല്ലത്തിന്റെ കബഡി പ്രേമികൾക്ക് സമ്മാനിക്കുന്ന ഏറ്റവും മികച്ച മത്സരം ഉൾപ്പെടുന്ന ടീമുകൾ ഇവിടെ വരാൻ പോകുന്നതേയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ, CISF ഉൾപ്പെടെയുള്ള ടീമുകൾ ശക്തരായ പോരാട്ടം കാഴ്ചവെക്കും. മത്സരത്തിന്റെ ശക്തമായൊരു മുന്നേറ്റം രണ്ടുപേരും കാഴ്ചവെച്ചു. ഒപ്പത്തിനൊപ്പം പരമാവധി പിന്തുടർന്നു. ഒടുവിൽ കൈവിട്ടു പോയൊരു അവസ്ഥയാണ്. ഇപ്പോൾ അല്പമൊന്ന് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു CISF. അവര് ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് CISF 55. അങ്ങനെ ഇന്നത്തെ വനിതാ മത്സരങ്ങൾ ഇപ്പോ സൂര്യകാന്തിയും CISF തമ്മിൽ മറ്റൊരു ചെയ്യും മത്സരത്തോടുകൂടി വനിതാ മത്സരങ്ങൾ കഴിയുകയാണ്. ഇനി കരുത്തിന്റെ പോരാട്ടമാണ് വരാൻ പോകുന്നത്. കരുത്തന്മാരുടെ പോരാട്ടം ഇതാ വരാൻ പോകുന്നു അല്പസമയത്തിനു ശേഷം. കാരണം പെട്ടെന്ന് ലൈൻ ഒന്ന് മാർക്ക് ചെയ്യുക, കോർട്ട് ചേഞ്ച് ചെയ്യുക. മുഴുവൻ ഒഫീഷ്യലും നമ്മുടെ മുഴുവൻ ഒഫീഷ്യൽസും കോർട്ടിലേക്ക് വരിക. മുഴുവൻ ഒഫീഷ്യൽസും കോർട്ടിലേക്ക് വരിക. വേഗം ലൈൻ മാർക്ക് ചെയ്താൽ ടീം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. Captain and team manager CISF Sonipat Panthers. Second call, men's section CISF Sonipat Panthers. Second call,